റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കണം, അത് പല ചേംബറുകളായിട്ട് ഉണ്ടാക്കി അതിനകത്തൊരു ഫിൽറ്ററിങ് ചേംബേഴ്സ് നമ്മൾ സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് ബിലോ ദ കൺസ്ട്രക്ഷൻ ലെവലാണ്. ബിലോ ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലെവലിലും താഴെ, കാരണം മുകളിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന, അതായത് നമ്മുടെ റൂഫിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന വെള്ളം പൈപ്പ് ലൈനിൽ കൂടെ നാച്ചുറലായിട്ട് ഒഴുകി വരുന്ന ഹൈഡ്രോളിക് ഫ്ലോയിലൂടെ ഒഴുകി വന്ന് നിറയുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പം ആ കൺസ്ട്രക്ഷന്റെ ലെവൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്താ, എവിടെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ ബിലോ ദ കൺസ്ട്രക്ഷൻ ലെവൽ, നമ്മൾ എവിടെ നിന്നാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അതിന്റെ താഴത്തെ ലെവലിലാണ് എപ്പോഴും ചൂട്. അപ്പം അണ്ടർഗ്രൗണ്ട് നിങ്ങൾ കൂട്ടിക്കോളുക, അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ഉണ്ടാക്കുക. അപ്പൊ ഇനിയും നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കണം, അത് പല ചേംബറുകളായിട്ട് ഉണ്ടാക്കി അതിനകത്തൊരു ഫിൽറ്ററിങ് ചേംബേഴ്സ് നമ്മൾ സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും. അത് പലപ്പോഴും ഈവൻ നമുക്ക് കുടിക്കാൻ പോലെ യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിലെ പാചക കാര്യങ്ങൾക്ക് വരെ യൂസ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഒരു റെയിൻ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ എന്താ കാര്യമാണ്, അതിൻ്റെ ഒരു ഫിൽറ്ററിങ് ചേംബർ ഉണ്ടാക്കുക. ആ ചേംബറിലേക്ക് വെള്ളം വന്ന് വീഴുന്നു, ആ വെള്ളം ഫിൽറ്റർ ചെയ്ത് ആ ചേംബർ എന്ന് പറയുന്ന സാധനം നമുക്ക് പീരിയോഡിക്കലായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അതിന്റെ ചേംബർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. കാരണം ഒരു കുറെ കാലത്തേക്ക് വെള്ളം വന്ന് വീണ് കഴിയുമ്പോൾ അതിനകത്തെ അഴുക്കുകൾ അല്ല സിൽറ്റ് മോശമായിട്ടുള്ള കണ്ടന്റുകളെല്ലാം അതിനകത്ത് ഒന്ന് അടിഞ്ഞു കൂട്ടിയിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ താഴെയുള്ള വെള്ളത്തിന് പിന്നെ ബാധിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മളൊരു ഫിൽറ്ററിങ് ചേംബർ ഉണ്ടാക്കുകയാണ്, ആ ചേംബർ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. പൊതുവെ ആൾക്കാർ ചോദിക്കാതെ ഇതിന്റെ ഒരു പ്രീസെറ്റ് ഡിസൈൻ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ആ പ്രീസെറ്റ് ഡിസൈനുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോ സൈറ്റിന്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ സൈറ്റിന്റെ ബിഹേവിയർ അനുസരിച്ച് മാറും എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഒരു നല്ല സർവേ പ്ലാൻ എടുക്കുക, ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം സൈറ്റ് വിസിറ്റ് നടത്തുക. ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിലൂടെ നമ്മൾ വേണ്ട രീതിയിൽ അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് വരച്ചെടുക്കുക. അത് ഇതുമായിട്ടുള്ള രീതി ഈ കൺസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ ഫ്ലോയെ നമ്മൾ കൃത്യമായിട്ട് ഈ വാട്ടറിന്റെ ഫ്ലോയെ അത് ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കുന്നതിന് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. സംശയങ്ങൾക്കായി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.